അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്യാരറ്റ് റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പം നമുക്ക് ക്യാരറ്റൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ചോറിന് കൊടുത്തുവിടാനൊക്കെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ കറിയില്ലാത്തപ്പോൾ നമുക്ക് ഇത് കൂട്ടി ചോറൊക്കെ കഴിക്കുക. അപ്പോൾ ക്യാരറ്റ് അച്ചാറാണ് കേട്ടോ ഞാൻ റെഡിയാക്കണത്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് കഴുകിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കാണ്. ക്യാരറ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഇടാനുള്ള വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നാക്കി എടുക്കണത്. അപ്പോൾ അത്ര നേരം ക്യാരറ്റ് ഉപ്പും വിനാഗിരിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റോടുകൂടി ഇരുന്നോളും. നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണല്ലോ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാൻ മീൻ ഇറച്ചിയിലൊക്കെയാണ് അച്ചാറൊക്കെ ഇടുമ്പോഴാണ് ഇഞ്ചി ഇടാറുള്ളൂ. ഇങ്ങനെയുള്ളതൊക്കെ അച്ചാറിടുമ്പോൾ ഇഞ്ചി ഇടാറില്ല കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പിലയും ഇടാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മൺകലത്തിലാണ് അച്ചാർ റെഡിയാക്കണത്. അപ്പോൾ അച്ചാർ പൊടി വെച്ചല്ല കേട്ടോ ഞാൻ ശരിയാക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള പൊടികളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടി ഉണ്ടായില്ല. അപ്പോൾ കായം ആദ്യം വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ കായ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് വശമൊക്കെ മുരിഞ്ഞ് വരും കേട്ടോ. പക്ഷേ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് മുരിയാത്ത പോലെ ഇരിക്കും, ചവമുട്ടായി പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് മുരിപ്പിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് പോരുള്ളൂ, അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം മുരിഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞ് വരില്ല. അപ്പോൾ കായൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കോരിയെടുത്ത് മാറ്റാണ്. ഇനി അതിരുന്നൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നാക്കി വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇത് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഇടാനുള്ള പൊടിയൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാനിപ്പോൾ ഉണ്ടായതുകൊണ്ട് ഇട്ടതാണ്. ഇനി എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് എങ്ങനെയെന്ന് വെച്ച് ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്രേവി പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിനാഗിരിയൊക്കെ ഒഴിച്ച ക്യാരറ്റ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റും ഇത്തിരി കട്ടിയുള്ളതാണല്ലോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിലും വെളുത്തുള്ളിയുടെ ഒക്കെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വന്നോളും. അപ്പോൾ ഞാൻ കായത്തിൻ്റെ ഒക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്.
അപ്പോൾ അതും ഈ പൊടിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നല്ല കട്ടിയിലാണ് ഇതിരിക്കണത്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇനി ക്യാരറ്റൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പൊടികളുടെ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം പോരെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ട പാത്രം കഴുകിയിട്ട് വെള്ളം കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. വിനാഗിരിയുടെ പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നല്ലൊരു വെള്ളമൊക്കെ ഇത്തിരി അധികം കൊണ്ട് നല്ലൊരു ലൂസ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ക്യാരറ്റൊക്കെ ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ വിലക്കുറവിനൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ എപ്പോഴും ജ്യൂസൊന്നും അടിച്ച് കുടിക്കൂലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞ നേരം കൊണ്ടും അച്ചാറൊക്കെ തീർന്നു. ഇപ്പോൾ ക്യാരറ്റ് ആയതുകൊണ്ട് ചെറിയൊരു മധുരവും ഉണ്ടാവും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു ചില്ലിൻ്റെ ഭരണിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.